ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. പരസ്പര വിശ്വാസത്തിലും ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാടിലും വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. KSRTCയെ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി K മുരളീധരൻ. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി കുറസാവോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഫ്രാൻസിലെ നീസിൽ നടന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. പരസ്പര വിശ്വാസം, ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാട്, സമാനമായ മൂല്യങ്ങൾ എന്നിവയിൽ വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് ശ്രീ മോദി ചടങ്ങിൽ പറഞ്ഞു. നൂതനാശയങ്ങളുടെയും സാങ്കേതിക വിദ്യയിലെ വിപ്ലവകരമായ ശക്തിയുടെയും രാജ്യമായാണ് ഇന്ത്യയെ നോക്കിക്കാണുന്നതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ, വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് രാത്രി ബ്രാട്ടിസ്ലാവയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യൻ പരമ്പരാഗത രീതിയിലെ വരവേൽപ്പ് നൽകും. കൂടുതൽ വിവരങ്ങളുമായി ബ്രാട്ടിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി. സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാട്ടിസ്ലാവിയയിൽ ഇന്ന് രാത്രി എത്തുന്ന പ്രധാനമന്ത്രിയെ പരമ്പരാഗത സ്ലോവാക്യൻ രീതിയിൽ ബ്രെഡും ഉപ്പും നൽകിയാവും സ്വീകരിക്കുക. വിശിഷ്ടാതിഥികൾ എത്തുമ്പോൾ ഇങ്ങനെ വരവേൽക്കുന്നതാണ് സ്ലോവാക്യൻ പാരമ്പര്യം. സ്ലോവാക്യയിലെ മേയാവ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ പ്രമുഖ സംഘം പരമ്പരാഗത രീതിയിൽ സ്ലോവാക്യൻ നൃത്തവുമായാവും പ്രധാനമന്ത്രിയെ വരവേൽക്കുക. ലുക്നിയ ഓംസാമ്പിൾ അവതരിപ്പിക്കുന്ന വന്ദേ മാതരമായിരിക്കും വരവേൽപ്പിനിടെ ശ്രദ്ധേയമാകുന്ന മറ്റൊന്ന്. കഴിഞ്ഞ 12 വർഷങ്ങളായി വികസന നേട്ടങ്ങൾ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളിലും എത്തുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ദർശനം ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിതവും ഗുണനിലവാരവും ഏറെ മെച്ചപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ് ഇക്കാര്യം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ദൂരപരിധിയില്ലാതെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യാനാകും. ഈ ബസ്സുകളിൽ പ്രിയദർശിനി എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കും. KSRTCയെ കൂടുതൽ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആലുവ പറവൂർ റൂട്ടിൽ പുതുതായി അനുവദിച്ച KSRTC ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCയെ പ്രൊഫഷണലാക്കാനായി പഠനങ്ങൾ നടത്തുമെന്നും പൊതുഗതാഗത സംവിധാനത്തെ ഏറ്റവും മികച്ച രീതിയിൽ നിലനിർത്താനാണ് സർക്കാർ ശ്രദ്ധിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. SP S ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായ പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. കോഴിക്കോട് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 30 പരിശോധനകളാണ് ഇതുവരെ നടത്തിയത്. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5ാം ഡിവിഷനിൽ നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതായും മരുന്നിന് ക്ഷാമമില്ലെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിന് ശേഷം അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിച്ചു. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി K മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളും 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിൻ നടത്തുന്നതായും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയ്ക്കും മന്ത്രി നിർദ്ദേശം നൽകി.
സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ സംസ്ഥാനം മുഴുവൻ ജൂൺ ആദ്യ വാരം മുതൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ORS സിങ്ക് ഗുളികകളും മറ്റു മരുന്നുകളും എല്ലായിടത്തും ലഭ്യമാക്കിയിട്ടുണ്ട്. ജലസ്രോതസ്സുകളുടെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണ പരിപാടി നടത്തുന്നു. അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിലും മറ്റും കിണറുകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനോട് ഹോട്ടൽ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഷിഗല്ല റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളിൽ MLA-മാരുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനത്തിന് നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ക്യുറസാവോയെ നേരിടും. രാവിലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയ തുർക്കിയെയും സ്കോട്ട്ലാൻഡ് ഹെയ്ത്തിയെയും പരാജയപ്പെടുത്തി. ഖത്തർ, സ്വിറ്റ്സർലാൻഡ്, ബ്രസീൽ, മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. സെൻസസിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. ജില്ലയെ 5608 ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുന്നതിനായി സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് തൃശൂരിലെത്തി. 3 ദിവസത്തെ കേരള സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം നാളെ രാവിലെ ബംഗളൂരുവിലേക്ക് പുറപ്പെടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. മിഥുനം 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19 നട അടയ്ക്കും. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ജീവനക്കാരുടെ അഭാവം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർമ്മാണ ഏജൻസിക്ക് യോഗം നിർദ്ദേശം നൽകി. ജീവനക്കാരുടെ കുറവ് സംബന്ധിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനത്തിനു മുന്നോടിയായി ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. എന്നാൽ നിർദ്ദിഷ്ട കരാറുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. അതേസമയം ഇറാൻ US സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പരസ്പര വിശ്വാസത്തിലും ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാടിലും വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. KSRTCയെ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി K മുരളീധരൻ. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി ക്യുറസാവോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.